ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗിനർ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫിഷ് ഫാം കംപ്ലീറ്റ് പണിഞ്ഞു കഴിഞ്ഞായിരുന്നു. പക്ഷേ മീനെ കിട്ടിയില്ല, നെതർ പോർട്ടൽ നശിപ്പിച്ചു. പക്ഷേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വെള്ളത്തിലിറങ്ങി ഞാനൊരു ഫിഷ് കുഴിപ്പോയി ഞാനൊരു ഫിഷിനെ കണ്ടുപിടിച്ച് ഇതാ കിടക്കുന്നു മീൻ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ 19 ലെവൽ പോയോ എന്നിട്ട് ഇവിടെ പോയില്ല. എന്നിട്ട് ഇവിടെ 19 ലെവലാവുന്നിടം വരെ ഇവിടെ ചൂണ്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ സാധനം ഇത്രയും മാത്രം. പ്ലീസ് നിങ്ങൾ നോക്കൂ, 3 വാട്ടർ ബോട്ടിൽ കിട്ടി. എന്തിനാണെന്നറിയത്തില്ല, ഇത്ര സാധനം മാത്രം കിട്ടിയുള്ളൂ പ്ലീസ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് മീനെയൊക്കെ പിടിച്ചു. പിന്നെ നമ്മൾ ആ നെതർ പോർട്ടലിൽ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ആ നെതർ പോർട്ടലിൽ എൻ്റെ ഈ സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് കുത്തി പൊട്ടിക്കുന്നു. അങ്ങനെ ആ പിക്കാക്സ് കുറച്ചുകൂടെ മൈൻഡ് ചെയ്തപ്പോൾ അതും പൊട്ടി. മീനെ എടുത്ത് മാറ്റി വെച്ചാൽ ഇല്ലെങ്കിൽ അത് ഈസ്പോണായി ഇപ്പോൾ നമ്മൾ വേറെ അങ്ങോട്ടെങ്കിലും പോകുമ്പോൾ. അങ്ങനെ ഞാൻ ആ പോർട്ടലിൽ കുത്തിയിരുന്ന് പൊട്ടിച്ച് എൻ്റെ ഒരു ഒബ്സിഡിയനും ഉണ്ടായിരുന്നു. അതും വെച്ച് ഒരു ബക്കറ്റ് ലാവ വെച്ച് ഞാൻ ആ നെതർ പോർട്ടലിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 17 ദിവസം ഞാൻ പിന്നെ അതിൽ നിന്ന് കളിച്ച് എനിക്കൊരു 4 പീസായിരുന്നു അല്ല, ഒരു 8 പീസായിരുന്നു. 8 അയൺ റോ അയണും കൂടെ കിട്ടി ഗൈസ്. അതൊക്കെ നമ്മൾ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രഷ്യസിനകത്ത് ഇത് കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് ഞാൻ അവിടെയാണ് നോക്കുന്നത്. ഇതങ്ങനെ അവിടെ വന്ന് എന്ത് ചെയ്യും, നമുക്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പം നെതറിൽ പോകണം, ഫിഷ് ഫാമിൽ നിന്ന് അത് നമ്മൾ നോക്കണം. പിന്നെ ഞാൻ ഈ വില്ലേജ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടായിരുന്നു. വില്ലേജറിൻ്റെ ചെസ്റ്റൊക്കെ തുറന്ന് നോക്കി. നമുക്കിവിടെ ഒരു ഫാം തുടങ്ങാം ഗൈസ്. അത് ഒരു മെയിൻ പരിപാടി തന്നെയാണ്. എനിക്കിവിടെ ഒരു ഫാം വേണം. ക്യാരറ്റ് കിട്ടിയ അത്ര ഉപകാരം. ഞാൻ ഇവിടെ നോക്കിയിട്ട് ഇവിടെ ക്യാരറ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പുറം ഇപ്പുറം ഇവിടെ ബീട്രൂട്ടും വീറ്റുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളതെന്നാണ് എൻ്റെ നിഗമനം. നമുക്ക് അപ്പോൾ ഇവിടുത്തെ വീടൊക്കെ ഒന്ന് കയറി നോക്കണം. അവിടുത്തെ വില്ലേജറിൻ്റെ ഹൗസിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റിയെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ആദ്യത്തെ വീട് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. ഇതിനകത്തൊന്നുമില്ല. ഇതിൽ നിന്ന് ഒരു ബെഡ് പൊട്ടിച്ചെടുത്തായിരുന്നു. അപ്പോൾ ആ വീട്ടിലൊന്നുമില്ല. പിന്നെ വീടെന്ന് പറഞ്ഞാൽ താഴെ ഒരു വലിയ വീടുണ്ട്. അങ്ങോട്ട് പോയിട്ട് അവിടെ നമുക്ക് നോക്കാം. ഇതിനകത്തും ചെറിയ വീട്ടിലൊന്നും കാണത്തില്ല. ഇതാണുള്ള വലിയ വലിയ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണും. ഞാൻ ഈ വീട്ടിൽ നേരത്തെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ചെസ്റ്റ് ഒന്നും തുറന്ന് നോക്കില്ല. എപ്പോഴായിരുന്നു വില്ലേജറിനെ നോക്കാൻ കയറിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു വില്ലേജറിനെ അടച്ചിട്ടിട്ടുണ്ട്. ഇതാണക്ക് അപ്പുറത്തും അടച്ചിട്ടുണ്ട്. കാരണം ഈ രാത്രിയാകുമ്പോൾ ഇവന്മാർക്ക് ചിലവന്മാർക്ക് ഇറങ്ങി നടക്കാം. അപ്പോൾ ഈ സോമ്പിലെല്ലാം അടിച്ച് വില്ലേജർ ബോയ്സ് ക്യാരറ്റ്. ഞാൻ തിരക്കി വന്ന സാധനം ഈ ക്യാരറ്റ് ഫാം തുടങ്ങണമായിരുന്നു. ഒരു എമറാൾഡേ ഉള്ളൂ ബണ്ടിൽ. ഒരു ബ്രെഡ് കിട്ടി. ആ സാപ്ലിങ്സ് കൊണ്ട് ചെയ്തിട്ട് ഓക്കെ. ഇനി ബാക്കി ട്രേഡ് അവസാനം ഞാൻ മിക്കവാറും ബാക്കിയുള്ള സാധനം ഉണ്ടാക്കി വില്ലേജർ ആരും ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പോയി 2 പേരെയും അടച്ചിട്ട് ഇവിടെയും അതാണ്ട് ഇതിൻ്റെ ഇടയ്ക്കല്ലയോ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെയും ഇതിനകത്തൊരു വില്ലേജർ അടപ്പുണ്ട്. അപ്പുറത്തെ ഇതിൽ ഈ കൂട്ടിനകത്തൊരു വില്ലേജർ അടപ്പുണ്ട്. പിന്നെ വീട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത്. ഇവിടെ ഒരു ബാരലിറ്റ് പോകുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. പക്ഷേ അതിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ല. ഓക്കെ, അടുത്ത വീട് ഈ സൈഡ് കവർ ചെയ്തു. ഞാൻ അങ്ങോട്ടല്ല. ഓക്കെ, ഈ വീട്ടിനകത്ത് കയറിയിട്ടില്ല. അതിനകത്ത് കയറി. ഓക്കെ, അങ്ങോട്ടൊക്കെ കയറി. ഇനി ഈ വീട്. ഇതിനകത്തൊന്നുമില്ല. ഇനി എവിടെ? ഇനി എൻ്റെ മണ്ടയ്ക്കൊരു വീടുണ്ട് ഗൈസ്. അതിനകത്തും കൂടെ ഒന്ന് നോക്കാം. ഈ വീട്ടിൽ എന്തെങ്കിലും കാണും. കാരണം അതാണ്ട് കേട്ടോ, ഇവിടെ ബീട്രൂട്ടും വീറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യം വരും. ചുമ്മാ ലാസ്റ്റ് ഫർണസ് കിട്ടിയ സാധനം എല്ലാം എടുത്തോണ്ട് പോയേക്കാം. ഈ സാധനം ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കാരണം നമുക്ക് അയണൊക്കെ സ്മെൽറ്റ് ചെയ്യാനായിട്ട് എളുപ്പം സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ഉണ്ടാക്കണമെന്ന് വെച്ചതാണ്. ഇപ്പോൾ ഉണ്ടാക്കേണ്ടി വന്നിട്ട് അവിടെ തരുന്ന തന്നെ കിട്ടി. ആ വില്ലേജറിൻ്റെ ജോലി അത് കിട്ടും. പെട്ടെന്ന് വേറെ ജോലി എടുത്തോളൂ ഗൈസ്. ഓക്കെ, ഇന്നത്തെ ഇവരുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞിട്ടുണ്ട്.
കൊച്ചു വില്ലേജാണ് ഗൈസ്. എന്ത് ചെയ്യാനാ. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കേവ് ഞാൻ കണ്ട. അത് കേവ് മൈനിങ് നമുക്ക് വീഡിയോ ആക്കി ഇടണമെന്ന് വെച്ചാൽ ഇടണമെങ്കിൽ ഇടാം, പക്ഷേ അത് ഭയങ്കര ബോറിങ് ആയിരിക്കും ഗൈസ്. ഇങ്ങനെ സമയം കുറേ പോകും. ഇത് ആക്കാവുന്നില്ല, സമയം കുറേ പോകും. അതുകൊണ്ട് അത് ഭയങ്കര ലാഗ് അടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതിൻ്റെ വീഡിയോ വേണ്ടെന്ന്. എമറാൾഡല്ലേ ബണ്ടിൽ ഈ സാധനം ഇട്ടിരിക്കട്ടെ. പിന്നെ ഞാൻ കുറേ ചിലന്തിയെ തല്ലിക്കൊന്ന് പറ്റിയതുണ്ടാക്കാൻ. പിന്നെ ഞാൻ ഇത് കുറേ ഷീപ്പ് ഇവിടുത്തെ കൊടുമ്പോഴുണ്ട്, അതിനെ കുറേ തല്ലിക്കൊന്നു. ഓക്കെ, 2 മീൻ. ഇത് ഞാൻ 2 വട്ടം ഞാൻ ട്രേഡറിൻ്റെ ഒരെണ്ണത്തിനെ ഞാൻ പിടിച്ചിട്ട് വന്ന് ഒഴിച്ചു. പിന്നെയാണ് എനിക്ക് ഫിഷ് അതിനകത്ത് കൊണ്ട് ഒഴിച്ചപ്പം അത് പിന്നെയും വെളിയിൽ ചാടിപ്പോയി ചത്തു. പിന്നെയാണ് കേസ് എനിക്ക് മനസ്സിലായത് ആ ജസ്റ്റ് വാട്ടർ ബ്ലോക്ക് ആക്കിയിട്ട് വേണമായിരുന്നു നമുക്കതിനകത്ത് മീനെ പിടിച്ചിടാൻ. അയ്യോ, സാധനം വെക്കാൻ മറന്നു. അത് ഞാൻ ഓർത്തില്ല. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയില്ല. അത് ഞാൻ ശരിയാക്കി. പിന്നെ ഞാൻ കുറേ നേരം കുത്തിയിരുന്ന് പിടിച്ചൊടിച്ചതൊക്കെ എങ്ങനെയൊക്കെ അങ്ങ് ശരിയായി. ബ്രെഡ് എടുത്ത് കൈ വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫാം ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഹോ വേണം. ഇത് നമുക്ക് കുറച്ച് വുഡ് എടുത്തുകൊണ്ട് വരാം. വുഡും സ്റ്റിക്കും വേണം ഹോ ഉണ്ടാക്കാൻ. ഓക്കെ, ചെറിയതായിട്ട് പിന്നെ ലാഗ് അടിക്കുന്നോ എന്നൊരു സംശയം. ഓക്കെ, ഹോ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പ്രഷർ പ്ലേറ്റും കൂടെ ഉണ്ടാക്കി വെച്ചേക്ക്. 2 മതി. ഓക്കെ, തടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അയ്യോ, ഈ ചിക്കൻ കൂടെ ഓരോ പെട്ട് കൊടുക്കുമ്പോൾ ഓരോ സാധനം മറന്നു പോകും. ഇത് ചെയ്യാനെന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഈ പ്രഷർ പ്ലേറ്റ് എടുത്തിട്ട് ഇതോട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഒന്നിവിടെയും വെക്കാം. അടഞ്ഞില്ലേ, തുറന്ന് കയറുക, അടയുക, തുറക്കും, അടയും. ഇനി നമുക്ക് അയ്യോ പിന്നെ സാധനം എടുക്കാം. നമുക്ക് ക്യാരറ്റ് എടുത്തില്ല കൈസ് ഈ വട്ടം പോയപ്പോൾ. അയ്യോ, ക്യാരറ്റ് നമുക്ക് ഉടനെ തന്നെ ഡ്രാഗനെ കൊല്ലുന്ന വീഡിയോ വേണ്ടി വരും. അതിനായിട്ട് നമുക്ക് ഞാൻ ഇപ്പോഴും പോകാത്തതെന്ന് പറഞ്ഞാൽ ആർമറൊന്നും സെറ്റായിട്ടില്ല. എനിക്ക് ഇവിടെ നെതറിൽ പോകണമെങ്കിൽ എൻ്റെ ആർമർ ഫുൾ ടൂളും ഒന്നും സെറ്റായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോകാത്തത്. അത് ഒരു 20 കുറച്ച് അയണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ ആർമറെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ നെതറിൽ പോകും. ഈ വീഡിയോയ്ക്ക് നമുക്ക് നെതർ ലൈറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കയറി നോക്കാം. എവിടെ ഉണ്ടാക്കണം? നമ്മുടെ ഫാം ഏരിയ തന്നെ ഉണ്ടാക്കാം. ഇവിടെ ആയിരിക്കും ഗൈസ് നമ്മുടെ ഫാം മിക്കതും വരാൻ പോകുന്നത്. ഇത് ഈ തട്ടുകണക്കാക്കിയത് എനിക്ക് അളവ് തെറ്റി പോകണ്ട, അങ്ങനെയൊന്നും വരത്തില്ല ഇനി. ഓക്കെ, ഇവിടെ ഒരു കുഴി എടുക്കണം. എന്നിട്ട് ഇവിടുന്ന് 4 ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് 1 2 3 4. വെള്ളം എടുക്കാൻ മറന്നുപോയി. ബക്കറ്റ്, അയ്യോ എൻ്റെ ബക്കറ്റ് ഇല്ലല്ലേ വേറെ. ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. അല്ല, ട്രേഡർ ഉണ്ടായിരുന്നു. അവൻ്റെ ഒരു എമറാൾഡ് കൊടുത്തവൻ ബക്കറ്റ് ഓഫ് ഫിഷ് തന്നതിനെ അതിനെ ഒഴിച്ചാൽ കൊന്നാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കാം. നമ്മുടെ അയൺ 20 ഇപ്പോൾ ഉണ്ട്. 3 എടുത്തൊരു ബക്കറ്റ് ഉണ്ടാക്കണം. ബക്കറ്റ് ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഞാൻ മീനെ പിടിക്കുന്നതിന് മുമ്പാണ് ഉണ്ടാക്കിയില്ല. ഓക്കെ, ഇതൊരു താമസമെന്നുള്ള ബക്കറ്റൊക്കെ ഉണ്ടാക്കുക. അതങ്ങ് ഒരു സ്റ്റെയറിനകത്തുണ്ടോ? സ്റ്റെയർ ഇല്ല. അത് പിന്നെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ബക്കറ്റ് ഞാൻ മീനെ പിടിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഇവിടെ നിന്ന് ലാവ എടുത്ത നെതർ പോർട്ടൽ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി മീനെ പിടിച്ചത്. അത് നല്ല സമയം എടുത്തു. വെള്ളത്തിൽ കിടന്ന് മുങ്ങി അവിടെ കുറേ ഡ്രൗൺ. ഞാൻ കുറേ ട്രൈഡൻറ്റ് പിടിച്ചുകൊണ്ട് കിടക്കുന്നു. എല്ലാം കൊണ്ടും പണി. ഞാൻ പിന്നെ ഇവിടെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കി. ഇരുട്ടുന്ന. ഓക്കെ, ഇനി ഇവിടുന്ന് 4 അങ്ങോട്ട്.
ഇവിടുന്ന് 4 എണ്ണം. ഇത്രത്തിനകത്തൊന്നും വെക്ക. രാത്രി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ശല്യ. അയ്യോ ഇച്ചിരി സമയം പോട്ട്. പിന്നെ ഈ ഫാം ഉണ്ടാക്കാനുള്ള 6 ക്യാരറ്റേ ഉള്ളൂ. ഇത് വെച്ച് ഇനി കിളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കാം നമുക്ക്. എന്താണ് ഉറങ്ങാൻ പറ്റാത്തത്? അതെങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. പെട്ടെന്ന് പെട്ടെന്ന് നോക്കായിരുന്നു. ഇവിടുന്ന് കൂടെ 4 എണ്ണം. ഈ ഫാമിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നെതർ ലൈറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും. എന്നിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗൈസ്. മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇടാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലേ, എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. അധികം എഡിറ്റിങ്ങൊന്നുമില്ല. വീഡിയോ എടുക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, പിന്നെ ഞാൻ അല്ലാതെ കുറേ ഗ്രൈൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഞാൻ ബിഗിനർ സീരീസ് എന്ന് പറഞ്ഞ് തുടങ്ങിയോണ്ട് ഞാൻ വിചാരിച്ച് എല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ ഈ മൈനിങ് ഒക്കെ അത്യാവശ്യം ബോറടിപ്പിക്കുന്ന പരിപാടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ചെയ്യാഞ്ഞത്. പൊട്ടി. അയ്യോ ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടായിരുന്നു. വെറുതെ സമയം കളയും. ആ സ്റ്റോൺ വെച്ചങ്ങ് ഉണ്ടാക്കാം. അടുത്ത സ്റ്റോൺ വെച്ച് ഒരെണ്ണം ഉണ്ടാക്കാം. അതായിരുന്നു നല്ലത്. ഞാൻ വെറുതെ വുഡ് വെച്ച് ഉണ്ടാക്കിക്കളാം. സ്റ്റിക്ക് ഇരിപ്പുണ്ടോ? ഇല്ല, സ്റ്റിക്കും ഇല്ല. സ്റ്റോൺ ആവശ്യത്തിന് ഒരു സ്റ്റാക്ക് സ്റ്റോൺ അങ്ങോട്ട് കയ്യിരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, ശൗല്യം പൊട്ടാറേ. അത് പിന്നെ പറഞ്ഞിട്ട് സീനൊന്നുമില്ല. അയ്യോ തറക്കും. സ്പീഡിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ പണിയങ്ങ് തീർത്തിട്ട് ഓടിപ്പോയി നെതർ ലൈറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നെതർ എവിടെ നിൽക്കുന്നുള്ള കോർഡിനേറ്റ് പറഞ്ഞു. ഇനി അതെടുത്ത് നോക്കിയിട്ട് വേണം അടുത്ത പോകാനായിട്ട്. എൻ്റെ ബോട്ട് ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു ഗൈസ്. എവിടെയാണെന്നറിയാം. പിന്നെ ഇതിനകത്ത് ഇവിടെ തന്നെ ഇട്ടിട്ടങ്ങാണ്ട് ഞാൻ പോയതാണ്. പിന്നെ ഞാൻ ആ ബോട്ട് കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോ തുടങ്ങുന്നതിന് നെതറിലൊക്കെ ലൈറ്റ് ചെയ്തങ്ങ് വെക്കാമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തില്ല. നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ നെതറിൽ കയറാമെന്നൊക്കെ വെച്ച്. കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞ്. ഇനി ഒരു 6 ക്യാരറ്റ് ഉണ്ട്. അത് ഈ അറ്റത്തങ്ങ് നട്ട് വെച്ചാൽ 1 2 അയ്യോ കൊച്ചു പന്നിയെ ഞാൻ വിചാരിച്ചതോ വലിയ പന്നിയെ കണ്ടാണ്. കഴിഞ്ഞ് വിട്ടോ. ഓക്കെ, അതും കഴിഞ്ഞ്. ഇനി നമുക്ക് ആ ഫ്ലിൻറ്റും എടുത്ത് ഞാൻ നോക്കട്ടെ എൻ്റെ ഇതിനകത്ത് വേറെ ബോട്ട് ഇരിപ്പുണ്ടെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടും എടുത്ത് നമ്മുടെ നെതറിൻ്റെ അടുത്തോട്ടോ ഒരു ചെസ്റ്റ് കൂടെ എടുക്കാൻ കഴിയും. അതാണ് അത്യാവശ്യം. ഞാനെങ്ങാനും അതിനകത്ത് വെച്ച് ചെന്നിറങ്ങുമ്പോഴേ ചാവുകയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. ആ ഷീൽഡും ബക്കറ്റും ഒക്കെ ഇവിടെ വെച്ചിട്ട് അതൊക്കെ പോയാൽ പിന്നെ തിരിച്ച് കിട്ടാത്ത സാധനങ്ങൾ. ഓക്കെ, ഞാൻ ഇൻവെൻറ്ററി ഒന്ന് സെറ്റ് ആക്കട്ടെ ഗൈസ്. വെയിറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്തതാണ്. ഞാൻ എൻ്റെ ആർമറും സാധനവും ഷീൽഡും എല്ലാം ഊരി വെച്ച് കോർഡിനേറ്റ് വെക്കാൻ പറഞ്ഞു. ആ ആർമറും സാധനവും ഷീൽഡും എല്ലാം ഊരി വെച്ച് പിന്നെ മറ്റേ ഇതും വാളും ആക്സും ഷവലും പിന്നെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ കോർഡിനേറ്റ് മറന്നുപോയി ഗൈസ്. ജസ്റ്റ് ആ കോർഡിനേറ്റ് ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ഞാൻ ആ പോർട്ടലിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ആ കോർഡിനേറ്റ് ഞാൻ എൻ്റെ ബുക്കിനകത്തായിട്ട് എഴുതി വെച്ചിരുന്നു. ഓക്കെ, നമ്മൾ ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം പോർട്ടലിൻ്റെ കോർഡിനേറ്റ് എത്ര? 324 65 258 ഇല്ലേ? ഇപ്പം 324 നടന്നിട്ട് നേരെയാ ഗൈസ്. ഇല്ല, മലയ്ക്കകത്ത് എവിടെയായിരുന്നു, മറന്നുപോയി. 252 അങ്ങോട്ടല്ലേ? അല്ല, അങ്ങോട്ടാ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തുഴഞ്ഞു പോകണം. കുറച്ച് നടക്കാൻ പറ്റുമോ? എനിക്ക് നടക്കാം. ഞാൻ വിചാരിച്ച് കുടിയാണ്. ഒരു വില്ലേജ് കൂടെ കണ്ടു. ഈ വില്ലേജിനകത്ത് ചെറിയ വില്ലേജ്, സാധനങ്ങളൊന്നും അധികം ഇല്ല. 324 അവിടെ വെച്ചിട്ട് ഇവിടുന്ന് നമുക്ക് നീന്തിപ്പോവും.
അല്ല തുഴഞ്ഞു അവിടെ നേരെ അങ്ങ് പോയാൽ മതി. നോക്കട്ടെ ആ പോർട്ടലോ കുറേ നേരം എടുത്തോ ആ പോർട്ടൽ കുത്തിപ്പൊളിക്കാൻ തന്നെ. ഇവിടുന്ന് ഇത് കറങ്ങി പോകുമ്പോഴാണ് ഈ അവസാനം ഞാൻ എന്ത് ഇട്ടിട്ട് ഞാൻ നിർത്തിയിട്ട് പോയാലോ എന്നാണ് ചെയ്തത്. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് ഞാനങ്ങനെ ചെയ്തില്ല. ഇല്ല മലയ്ക്കകത്ത് എവിടെയാണ്ടായിരുന്നു, മറന്നുപോയി എവിടെയാണ്. ഇതെന്തായാലും ചെന്ന് കയറുന്നിടത്ത് തന്നെ. അവിടെ സാൻഡ് എന്തോ മണ്ടക്കിരിക്കുന്നു. സാൻഡ് ബ്ലോക്കാ. 256 ഇത് കറങ്ങി ചെല്ലുമ്പോഴാണെന്ന് തോന്നുന്നു. ആയിരിക്കും. നോക്കട്ടെ ഗൈസ്. അതുകൊണ്ടേ കണ്ടോ എൻ്റെ തടി അവിടെ ഇരിക്കുന്നേ. ലാവ എവിടുന്നാണ് കിട്ടിയെന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചുമ്മാ ചാടിച്ചെന്നിട്ട് ബോട്ട് അവിടെ ഇരിക്കട്ടെ. ടീസ്പൂണായി പോത്തില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുമ്മാ ചെന്ന് എങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ലാവ എവിടെ ഇരിക്കുന്നു. സൈറ്റിയ അയ്യോ ജസ്റ്റ് ഞാൻ സാധനമൊക്കെ എടുത്തോണ്ട് പോയിരുന്നു. കത്തി ഗൈസ്, കത്തി. കയറട്ടെ നരകത്തിലോട്ട്. ഓക്കെ ഗൈസ് കയറാം. ഇങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഫാം ഉണ്ടാക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഈ കോർഡിനേറ്റ് കാണിക്കുന്നൊരു വീഡിയോ ഇടണമെന്ന് ലോഡാൻ സമയം എടുക്കും. കോർഡിനേറ്റ് കാണിക്കുന്നൊരു വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു തന്നാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാഞ്ഞത്. ഈ ബെഡ് റോക്ക് എഡിഷൻ ആയതുകൊണ്ട് ഏറ്റവും വലിയ കുഴപ്പമാണ് ഇത്. ഗെയിം ഇതായി കഴിഞ്ഞാലും ലോഡാകത്തില്ലെങ്കിലും അവിടെ ഗെയിം ലോഡായി കാണും, പക്ഷെ നമുക്ക് ലോഡിങ് സ്ക്രീൻ മാറി കാണത്തില്ല. കുഴിയൊന്നും അല്ലല്ലേ. കറക്റ്റായിട്ട് വന്ന് ഇറങ്ങി. ഞാൻ ഒരു ദിവസം ഇതണക്ക് പോർട്ടൽ ഉണ്ടാക്കിയപ്പം വന്ന് ചാടിയത് കറക്റ്റ് ലാവയ്ക്കകത്തോട്ട്. കഴിയുന്ന സാധനം എല്ലാം അങ്ങ് പോയി. ഇവിടെ ഇല്ല, വേറെ വേൾഡിലായിരുന്നു. നമ്മുടെ മറ്റേ വേൾഡില്ല, നമ്മൾ ആ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ബീസ്റ്റിനൂടെ അവിടുന്ന് വീടിനകത്ത് എല്ലാം ഒക്കെ ചെന്ന് ചാടിയത് ലാവയ്ക്കകത്ത്. പിന്നെ എങ്ങനെയൊക്കെ അവിടെ ബിൽഡ് ചെയ്ത് മാറ്റിയതാണ്. അയ്യോ നരകമാണ് ഗൈസ്, നരകം. ഓക്കെ നമുക്കെന്തായാലും ഇവിടെ വരണം. നമുക്ക് ഫോർട്രസ് കണ്ടുപിടിക്കണം. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇവിടെ ഇനി നിന്നാലേ അധികം ശരിയാവത്തില്ല. നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വീഡിയോ നടത്താം. ഇറങ്ങാനും സമയമെടുക്കും. എന്താ ബെഡ് റോക്ക് എഡിഷൻ്റെ കുഴപ്പം. ലോഡാവും പെട്ടെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് നെതറിൽ വരണം. ഇപ്പോൾ എന്തായാലും ഞാൻ മൈനിങ്ങിന് പോകുന്നുണ്ട്. അത് വീഡിയോ ആക്കി ഇടണമെങ്കിൽ ഇടാം, പക്ഷേ അത് ഭയങ്കര ബോറടിപ്പിക്കുന്ന പരിപാടിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ആക്കുന്നില്ല. ഞാൻ എന്തായാലും മൈനിങ്, ഞാൻ അവിടെ കേവ് കണ്ടു വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ മൈനിങ്ങിന് പോകുന്നു. ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ എൻകാ ഡോഗ് സൈനിങ് ഓഫ്.